ഇന്ന് മുരിങ്ങയെ കൊണ്ട് നമുക്ക് ഓലൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി അപ്പുറത്തെ മരത്തിൻ്റെ മേലെയും കൂടി ഉണ്ട്, അതും കൂടി പറിക്കണം. പക്ഷെ ടൈമായില്ലേ, നമുക്കിന്ന് അറക്കൽ മ്യൂസിയം പോണ്ടേ? പോണം. എത്ര മണി വരെ ടൈം എന്ന് പറഞ്ഞേ? 5 മണി വരെ. 5 മണി വരെയാ? അത് കഴിഞ്ഞാൽ പ്രവേശനം ഇല്ല അല്ലേ? ഇല്ല. അപ്പോൾ ഇപ്പം ഇറങ്ങല്ലേ? ഓലൻ ഇനി നാളെ ഉണ്ടാക്കാം. മാറ്റിക്കോ. കണ്ണൂരോളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാനിന്ന് കണ്ണൂർ ആയിക്കരയിലെ അറക്കൽ മ്യൂസിയം കാണാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് റെഡിയാവാൻ പോവാന്ന്. തുടങ്ങുമൊരു രാത്രിയിൽ വെറുതെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്തന്നലലിയോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ അറക്കൽ മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ്. കണ്ണൂർ ജില്ലയിലെ തീരദേശ ഗ്രാമമായ ആയിക്കരയിലാണ് ഈ അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിച്ചേരേണ്ട വഴി കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. കണ്ണൂർ ടൗണിൽ നിന്നാണ്, ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എയർപോർട്ടിൽ നിന്നാണെങ്കിൽ 26 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് അറക്കൽ മ്യൂസിയം. കണ്ട, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അറക്കൽ മ്യൂസിയം. സന്ദർശനത്തിനുള്ള ടൈം എഴുതി വെച്ചിട്ടുണ്ട്. 10 മണി മുതൽ 5 മണി വരെയാണ്. അതുപോലെ പ്രവേശനത്തിന് 20 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട്. ഒരാൾക്ക് 20 രൂപ. പിന്നെ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ക്യാമറയോ അല്ല സാധാരണ ക്യാമറയോ യൂസ് ചെയ്യുകയാണെങ്കിൽ 30 രൂപ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. ഇവരുടെ കൊട്ടാരമായ അറക്കൽ കൊട്ടാരത്തിൻ്റെ അറക്കൽ കെട്ട് എന്നും അറിയപ്പെടും. അതിൻ്റെ ദർബാർ ഹാളാണ് പിന്നീട് സർക്കാരിൻ്റെ കീഴിൽ മ്യൂസിയമായി ഏർപ്പെടുത്തിയത്. ഇതാണ് അറക്കൽ മ്യൂസിയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് 2005 സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് 90 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നവീകരിച്ചതിന് ശേഷം 2005 ജൂലൈയിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയുണ്ടായത്. എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ കൊട്ടാരവും ദർബാർ ഹാളും കേരളത്തിൽ അവശേഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകം തന്നെയാണ്. അതിൻ്റെ ഒരു അതിശയിപ്പിക്കുന്ന ഫീല് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഓരോ ചുമരുകളിലും ഇവിടുത്തെ ഓരോ വസ്തുക്കളിലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പത്തേമാരികളിലും പായ്ക്കപ്പലുകളിലും ഒക്കെ ആയിട്ട് പണ്ട് കാലത്ത് കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും തേടി മലയാളക്കരയിലെത്തിയ വിദേശികളും കൂടാതെ പഠിക്കാനും സഞ്ചാരികളുമായിട്ട് എത്തിയവരെയൊക്കെ സ്വീകരിക്കുകയും അവരുമായി ഇടപാടുകൾ നടത്തുകയൊക്കെ ചെയ്ത അലി രാജാവ്, പിന്നെ അറക്കൽ ബീവി എല്ലാം ഒരു സുവർണ്ണ കാലത്തിൻ്റെ ഓർമ്മകളായിട്ട് ഇവിടെ നിലനിൽക്കുന്നു. ഒരുപാട് പടയോട്ടങ്ങൾക്കും പിടിച്ചെടുക്കലുകൾക്കും പടനായകന്മാരുടെ സന്ധി സംഭാഷണങ്ങൾക്കും ആതിഥേയത്വത്തിനും ഒക്കെ സാക്ഷിയായിട്ടുള്ളൊരു കൊട്ടാരമാണിത്. ഇവിടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ സന്ധി സംഭാഷണത്തിനും ചർച്ചകൾക്കും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവസാനം ഇന്ത്യ ഇംഗ്ലീഷുകാരുടെ കീഴിലായതോടെ കേരളത്തിലെ മറ്റ് രാജകുടുംബങ്ങൾക്കെല്ലാം സംഭവിച്ചതുപോലെ തന്നെ അറക്കലിൻ്റെ പ്രതാപവും അവസാനിക്കുകയുണ്ടായത്. ഇന്ന് അതെല്ലാം വെറും ഓർമ്മകൾ മാത്രമായിട്ട് മാറി. അങ്ങനെയുള്ള ഒരു കാലത്തിൻ്റെ കഥ പറയുന്ന ഒരു മുതുമുത്തശ്ശീനെ പോലെ നമുക്ക് ഈ കൊട്ടാരം ഫീൽ ചെയ്യുന്നു.
1870 ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നത് വരെയും നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രദേശം ഭരിച്ചിരുന്ന അറക്കൽ ഭരണാധികാരികളുടെ വസതിയായിരുന്നു ഈ രാജകൊട്ടാരം. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വടക്കൻ തീരപ്രദേശത്തിൻ്റെയൊക്കെ നിയന്ത്രണം അവർക്കുണ്ടായിരുന്നു. ഈ അറക്കൽ കുടുംബത്തിലെ മൂത്ത അംഗമാണ് അതിൻ്റെ തലവനും ഭരണാധികാരിയും ആവുക. അതായത് പുരുഷ ഭരണാധികാരികളാണെങ്കിൽ അലി രാജാക്കളെന്നും അവരുടെ സ്ത്രീയാണ് മൂത്തതായിട്ട് ഭരിക്കുന്നതെങ്കിൽ അവരെ അറക്കൽ ബീവി എന്നാണ് അറിയപ്പെടുന്നത്. രാജകാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കാനൊക്കെ കൂടുന്ന സഭയാണ് ഈ ദർബാർ എന്ന് പറയുക. അത് നടത്തുന്ന ഹാളാണ് ദർബാർ ഹാള്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശികൾ, പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ ഈ ദർബാർ ഹാളിൽ വന്ന് സന്ധി സംഭാഷണങ്ങൾക്കും തീരുമാനങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വന്ന് രാജാക്കന്മാരുമായി ചർച്ച നടത്തിയിരുന്നത്രേ. ഇവിടെ ഭരിച്ചിരുന്ന ഓരോ ബീവിമാരുടെയും രാജാക്കന്മാരുടെയും ഫോട്ടോ, അവർ ഭരിച്ചിരുന്ന വർഷങ്ങളും ജനിച്ചതും മരിച്ചതും ഭരിച്ചതും ഒക്കെ ആയ വർഷങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ രാജമുദ്രകൾ, പിന്നെ മരങ്ങൾ, ധാന്യങ്ങളൊക്കെ സംഭരിച്ചിരുന്ന പത്തായം, പഴയ കാലത്തുള്ള ടെലിഫോണ്, വാള്, കടാര, പിന്നെ ദൂരദർശിനികൾ, അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറെല്ലാം മരത്തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല വീതി കൂടിയ മരത്തിൻ്റെ ജനൽ, അതുപോലെ മച്ചൊക്കെ നല്ല മരത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കരകൗശല വസ്തുക്കളുണ്ട്, പാരമ്പര്യമായിട്ടുള്ള വസ്തുക്കളുണ്ട്, ഒരുപാട് പാത്രങ്ങളുണ്ട്, വലിയ വലിയ പാത്രങ്ങൾ. ഒരു റൂമിൽ ഇങ്ങനെ കുറേ ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ചിത്രങ്ങളാണ് അതൊക്കെ, നല്ല കാഴ്ചകളായിരുന്നു. ഇത് രാജമുദ്രകളും കിരീടങ്ങളും ഒക്കെയാണ്. പിന്നെ ബുക്കുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ച പാത്രങ്ങൾ, മെഴുകുതിരി വിളക്കുകൾ, ജഗ്ഗുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കപ്പുകളുണ്ട്, കുറേ പളങ്ക് പാത്രങ്ങളുണ്ട്. ഇതുപോലുള്ള വലിയ ചെമ്പ് പാത്രങ്ങളുണ്ട്. കുറേ പാത്രങ്ങളും പ്ലേറ്റുകൾ,
ജഗ്ഗുകൾ, കൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ, ഇത് ഉരുളി, ഇത് പറ കണ്ട. പിന്നെ മരത്തിനെ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ട്. ഇത് മുതലയുടെ രൂപം ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് കിരീടം പോലെ എന്തോ വെക്കുന്നതാണ്. നാഗവല്ലി ഇറങ്ങുന്ന പോലെയുണ്ട്. പഴയൊരു ഘടികാരം കണ്ട ഇവിടെ വെച്ചിട്ട്. ഇപ്പോൾ ഇതേപോലത്തെ ക്ലോക്ക് ഇല്ല. ഇങ്ങനത്തെ ഒന്ന് കിട്ടിയാൽ വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചരിത്രത്തിൻ്റെ കഥ പറയുന്ന ഒരുപാട് കെട്ടിടങ്ങളും അവയുടെ കെട്ടിടങ്ങളുടെ ഫോട്ടോ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇതെന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഡച്ച് കമാൻഡർ വാൻ റീതെ ഫോട്ടോ. ഇതിൻ്റെ അടിയിൽ എല്ലാത്തിൻ്റെതും എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ അടിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അറക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.